ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് 6th സെം BSc ഫിസിക്സ് കോറിൻ്റെ ന്യൂക്ലിയർ ഫിസിക്സ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന പേപ്പറാണ്. അതിലിന്ന് ഞാൻ എടുക്കുന്നത് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സിനെ കുറിച്ച്, പല ടൈപ്പ് ആക്സിലറേറ്റേഴ്സ്, അതെങ്ങനെയാണ്, എന്ത് വർക്കിംഗ് എങ്ങനെയാണ്, ഈ വക ഡീറ്റെയിൽസാണ് ഇന്ന് ക്ലാസ്സിലെടുക്കുന്നത്. പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ തന്നെ ഇതാണ് പാർട്ടിക്കിൾസ്. എന്ത് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്, അതിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ആവശ്യം എന്താണ്, ഈ വക കാര്യങ്ങൾ നമുക്കൊന്ന് ഇൻട്രൊഡക്ഷനായിട്ടൊന്ന് ഡീൽ ചെയ്യാം. പാർട്ടിക്കിൾസ് പല വിധത്തിലുള്ള പാർട്ടിക്കിൾസ് നമുക്കറിയാം. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്, മെസോൺസ്, പോസിട്രോൺസ്, ഒരുപാട് പാർട്ടിക്കിൾസ്, എലമെൻ്ററി പാർട്ടിക്കിൾസ് എല്ലാം ഉൾക്കൊള്ളുന്നതിൽ ആ പാർട്ടിക്കിൾസിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കാൻ എന്താ ചെയ്യുന്നത്? എന്തിനാണ് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുന്നത്? അതിൻ്റെ എനർജി നമുക്ക് ഹൈ എനർജി ബീമാക്കി മാറ്റേണ്ട ആവശ്യം വരും. ഹൈ എനർജി ബീമാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ആക്സിലറേഷൻ കൊടുത്ത് എനർജി കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഹൈ എനർജി പാർട്ടിക്കിൾസ് മുഖേന ന്യൂക്ലിയർ ഫിസിക്സിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ മുതലായ അതിൻ്റെ പാർട്ടിക്കിൾസിനെ മാറ്റി എലമെൻറ്റിനെ വേറൊരു എലമെൻറ്റാക്കി മാറ്റുന്നു. അതിൽ നിന്ന് ഇലക്ട്രോൺസിനെ മാറ്റുന്നു, ന്യൂട്രോൺസിനെ മാറ്റുന്നു, പ്രോട്ടോൺസിനെ മാറ്റുന്നു. അങ്ങനെ പല വിധത്തിലുള്ള റിസർച്ച് പർപ്പസിലും പല വിധത്തിലുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് ഹൈ എനർജി പാർട്ടിക്കിൾസ് കൊണ്ടുള്ള ബൊമ്പാർഡിങ് ആവശ്യം വരുന്നുണ്ട്. ഹൈ എനർജി പാർട്ടിക്കിൾസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് അതിൻ്റെ വെലോസിറ്റി കൂട്ടി കൊടുക്കണ്ടേ? നാച്ചുറലി അതിനുവേണ്ടി നമുക്ക് ശ്രമിച്ചു വരുന്ന സമയത്ത് തുടക്കത്തിൽ ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ മെഷീൻസോ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ആകെയുള്ളൊരു അവലംബം റേഡിയോ ആക്ടിവിറ്റിയിൽ നിന്ന് വരുന്ന, നാച്ചുറൽ റേഡിയേഷൻസിലൂടെ വരുന്ന ആൽഫ പാർട്ടിക്കിൾസ്. ആൽഫ പാർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിയാം. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉൾക്കൊള്ളുന്ന ഹീലിയം ന്യൂക്ലിയസിന് തുല്യമായിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ അതിൻ്റേതായിട്ടുള്ള ഒരു എനർജിയിൽ നമുക്കതിൻ്റെ എനർജി കൂട്ടാനോ കുറയ്ക്കാനോ നമുക്കറിയില്ലായിരുന്നു. ബീറ്റ പാർട്ടിക്കിൾസ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു വിത്ത് സെർട്ടൻ വെലോസിറ്റി ആൻഡ് സെർട്ടൻ എനർജി. ഇതിനും കൂട്ടിക്കൊടുക്കുന്നൊരവസ്ഥ നമുക്ക് പറ്റിയിരുന്നില്ല. അങ്ങനെ കൂട്ടി നമുക്ക് അവൈലബിളായിട്ടുള്ള അയോൺസിൻ്റെ, അവൈലബിളായിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ എനർജി എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അത് ചിന്തിച്ച് പല സയൻറ്റിസ്റ്റുകൾ ചിന്തിച്ചു കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല വിധത്തിലുള്ള വന്നത്. 1928 വിഡോറ എന്ന് പറഞ്ഞ വൈഡോറ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തു പൊട്ടാസ്യം അയോണിനെ അല്ലെങ്കിൽ സോഡിയം അയോണിനെ ആക്സിലറേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ. അതിനുശേഷം പല സയൻറ്റിസ്റ്റുകൾ കൊണ്ടുവന്ന് പല വിധത്തിലുള്ള കൊണ്ടുവന്നതിൽ നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള 2-3 ആക്സിലറേറ്റേഴ്സിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഓക്കെ, ജനറലായിട്ട് ദർ ആർ 2 types ഓഫ് ആക്സിലറേറ്റേഴ്സ്: ദി ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സിലറേറ്റേഴ്സ് ആൻഡ് സൈക്ലിക് ആക്സിലറേറ്റേഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം പിടികിട്ടി കാണും. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് നമുക്ക് വെലോസിറ്റി കൂട്ടി കൊടുക്കുക. കാരണം ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ ഈ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ എനർജി കൂടും, അതിൻ്റെ വെലോസിറ്റി കൂടുമെന്ന് നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ച് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് നെഗറ്റീവ് അയോൺസ് ആണെങ്കിൽ പോസിറ്റീവ് പൊളാരിറ്റിയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും, പോസിറ്റീവ് പൊളാരിറ്റി ആണെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. ആ എനർജി കൊടുത്ത് നമുക്ക് ഹൈ എനർജി പാർട്ടിക്കിൾസാക്കി മാറ്റാം. ആ ടൈപ്പിലുള്ള ഒരെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. വേറൊന്ന് സൈക്ലിക്. അങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലൂടെ നേരെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ എനർജി കൂട്ടുന്നതിന് പകരം കറക്കി പല വിധത്തിൽ അതിൻ്റെ എനർജി കൂട്ടാവുന്ന മെത്തേഡുകൾ, സൈക്ലിക് ആയിട്ടുള്ള ചേഞ്ച് ഓരോ പ്രാവശ്യവും കൂട്ടി കൂട്ടി കൊടുക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് ആണെങ്കിൽ ഓൾ ഓൺ എ സഡൻ അല്ലെങ്കിൽ ഒരു സെർട്ടൻ പൊട്ടൻഷ്യൽ കൊടുത്ത് ആ സെർട്ടൻ പൊട്ടൻഷ്യലിൻ്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാകുന്ന ആക്സിലറേഷൻ എനർജി മാത്രമേ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, ഒരു സ്റ്റെപ്പിൽ കൊടുത്തു, അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും കൊടുത്തു, അങ്ങനെ കൂട്ടി കൂട്ടി കൊടുത്ത് നമുക്ക് എനർജി കൂട്ടാം. ആ ടൈപ്പിലുള്ളത് സൈക്ലിക് ആക്സിലറേറ്റേഴ്സ്. ഈ 2 ടൈപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്. ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സിലറേറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് നമുക്കതിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കേസാണ് ലീനിയർ ആക്സിലറേറ്റർ. ലീനിയർ ആക്സിലറേറ്റർ, ഷോർട്ട് ഫോം ലിനാക്. ലീനിയർ ആക്സിലറേറ്ററിൻ്റെ ഷോർട്ട് ഫോം. ഈ ലീനിയർ ആക്സിലറേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഒരു ഹോളോ ഇവാക്വേറ്റഡ് ട്യൂബ്, ആ ട്യൂബിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ട്യൂബുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ കണ്ടക്റ്റിംഗ് ട്യൂബുകളുടെ പുറത്തായിട്ട് നമുക്ക് ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആനോഡ് വെച്ചിരിക്കുന്നു. സേ നെഗറ്റീവ് അയോൺസ് ആർ പാസിങ് ത്രൂ ദിസ്
ഇതിൻ്റെ ഉള്ളിലൂടെ ഫോക്കസ് ചെയ്ത് നെഗറ്റീവ് അയോൺസ് ഇങ്ങോട്ട് പാസ് ചെയ്യുകയാണ്. ആ പാസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള പാസിങ്ങിൽ ആ പാസേജിൽ ഞാൻ കാണിച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഹോളോ മെറ്റാലിക് ട്യൂബുകളാണ്. ഹോളോ മെറ്റാലിക് ട്യൂബ്സ്, ദേ ആർ കോൾഡ് ഡ്രിഫ്റ്റ് ട്യൂബ്സ്. DRIFT, ഡ്രിഫ്റ്റ് ട്യൂബ്സ്. ഈ ഡ്രിഫ്റ്റ് ട്യൂബ്സിൻ്റെ പ്രത്യേകത പല ലെങ്ത്താണ്. ഞാനത് കഥ പറയാം. പല ലെങ്ത്തിലുള്ളതാണ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതുണ്ടാവും. ഇതിൽ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡ്രിഫ്റ്റ് ട്യൂബ്സ് എല്ലാം കണക്ട് ചെയ്തു. ഞാനിവിടെ സാമ്പിൾ 4 കാണിച്ചിട്ടുള്ളൂ. നമ്മുടെ ഇഷ്ടമനുസരിച്ച് അവൈലബിലിറ്റി നോക്കി ഇഷ്ടംപോലെ ട്യൂബുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ആ ട്യൂബുകളിൽ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ട്യൂബുകളെല്ലാം കണക്ട് ചെയ്ത് കോമൺ ആക്കി മാറ്റുന്ന ഒരു ടെർമിനൽ 1ഉം 2ഉം 1ഉം 3ഉം പിന്നെ 5 ഉണ്ടെങ്കിൽ 5ഉം ഇതെല്ലാം കൂടി ചേർത്ത് ഒരു കണക്ഷനാക്കി കൊടുക്കുന്നു. ഈവൺ നമ്പേഴ്സ് വരുന്ന ഈവൺ ഡ്രിഫ്റ്റ് ട്യൂബുകൾ 2, 4, 6 എക്സെട്ര, ദേ ആർ കണക്റ്റഡ് സെപ്പറേറ്റ്ലി. ഇത് ഒരു ഹൈ ഫ്രീക്വൻസി ഓർ റേഡിയോ ഫ്രീക്വൻസി ജനറേറ്ററിലേക്ക്, റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. നേരെ വരുന്ന ഇതിൻ്റെ ഉള്ളിലൂടെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, പോസിറ്റീവോ നെഗറ്റീവോ ചാർജിനെ പറ്റുള്ളൂ കേട്ടോ, ഇതിലേ പാസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടാർഗറ്റിലേക്ക് ബൊമ്പാണ്ട് ചെയ്യാവുന്ന വിധത്തിൽ നല്ല ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതിൻ്റെ തിയറി പാർട്ട് എന്താണ്. അപ്പം ഇങ്ങനെ വരുന്ന ഈ അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ് ഇവാക്യുവേറ്റഡ് ചെയ്ത് വാക്വമാക്കി മാറ്റി ലെങ്ത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ലെങ്ത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് കോൾഡ് ലിനാക്, ലീനിയർ ആക്സലറേറ്റർ. ഓക്കെ, നമുക്കിതിൽ എങ്ങനെയാണ് ഇതിന് എനർജി കിട്ടുന്നത് നോക്കാം. നമുക്കറിയാം, ഏതെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദി പ്ലേറ്റ് എ ആനോഡ്, ഇഫ് we supply a certain voltage V, ക്യാപിറ്റൽ V കൊടുത്താൽ അതിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വോൾട്ടേജിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന് കിട്ടുന്ന എനർജിയുടെ വാല്യൂസ് Q ആണ് ചാർജ് എന്നുണ്ടെങ്കിൽ Q എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ദിസ് ഈസ് ഈ പൊട്ടൻഷ്യൽ എനർജി കൊണ്ടാണ് ഇത് അട്രാക്റ്റ് ചെയ്ത് എവിടേക്ക് വരുന്നത്, ഒന്നാമത്തെ പ്ലേറ്റിലേക്ക് വരുന്നത്. സപ്പോസ് നെഗറ്റീവ് അയോൺസ് ആണ് ഇവിടെ വരുന്നത്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ദ ഫസ്റ്റ് ഡ്രിഫ്റ്റ് ട്യൂബ് ഈസ് മെയ്ഡ് പോസിറ്റീവ്. Then that electrons will be attracted by this potential. The energy is this. Due to that potential energy, the electrons will acquire a certain kinetic energy, half mv1 square. Okay, from this, what is v1? Root of 2qv by m. കിട്ടിയില്ലേ? ഇതാണ് ഇതിന് വരുന്ന എനർജി, ഒന്നാമത്തെ ട്യൂബിന് കിട്ടുന്ന എനർജി. ആ ഒന്നാമത്തെ ട്യൂബ് കൊണ്ട് കിട്ടുന്നത് വൺസ് ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്യൂബിൻ്റെ ഉള്ളിലൂടെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിലൂടെ അത് പാസ് ചെയ്ത് ഒന്നാമത്തെ ഡ്രിഫ്റ്റ് ട്യൂബിൻ്റെ ഇപ്പുറത്ത് എത്തിയെന്ന് വിചാരിക്കും. ജസ്റ്റ് സെക്കൻഡ് ട്യൂബിൻ്റെ അടുത്തേക്ക് എത്തി, അതായത് എമർജ് ചെയ്യുന്നു. ഫസ്റ്റ് ഡ്രിഫ്റ്റ് ട്യൂബിൽ നിന്ന് എമർജ് ചെയ്യുന്നു. ആ എമർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യാനെടുക്കുന്ന സമയം കൊണ്ട് സപ്പോസ് ദ പൊളാരിറ്റി ഓഫ് ദി RF ഓസിലേറ്റർ ഈസ് റിവേഴ്സ്ഡ്. പൊളാരിറ്റി റിവേഴ്സ് ചെയ്താൽ ഇത് പോസിറ്റീവായിരുന്നത് ഇപ്പോൾ നെഗറ്റീവായിരുന്നല്ലോ ഇവിടെ, അത് ജസ്റ്റ് മാറി ഇത് പോസിറ്റീവായി, അപ്പോൾ ഇത് നെഗറ്റീവായി. ഇത് പോസിറ്റീവായാലും എന്തുണ്ടാവും, ഇവിടെ നിന്ന് എമർജ് ചെയ്യുന്ന അതേ മൊമെൻറ്റിൽ കേട്ടോ, ആ മൊമെൻറ്റിൽ സെക്കൻഡ് ഡ്രിഫ്റ്റ് ട്യൂബ് ഈസ് മെയ്ഡ് പോസിറ്റീവ്. വി അഡ്ജസ്റ്റ് ദ ടൈമിങ്. കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും പൊട്ടൻഷ്യൽ എനർജി കിട്ടിയില്ലേ, ആ പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് വീണ്ടും അത് അട്രാക്റ്റ് ചെയ്ത് അതിന് എനർജി, അഡീഷണൽ എനർജി കിട്ടിയില്ലേ. നൗ ദ പൊട്ടൻഷ്യൽ ഈസ് ട്വൈസ്. ഇവിടുന്ന് അങ്ങോട്ടാണ് പോയത്, ഹാഫ് m ഇൻറ്റു v2 സ്ക്വയർ 2qv or v2 equal to 4qv by m, or this is root 2 into v1. ശരിയല്ലേ? v1 root 2 ടൈംസ് ആണ് ഇത് വന്നിരിക്കുന്നത്. സ്മോൾ വി തെറ്റരുത്. ക്യാപിറ്റൽ V is the potential, സ്മോൾ v is the velocity acquired. അപ്പോൾ നമുക്ക് വെലോസിറ്റി കൂട്ടി കിട്ടി. വെലോസിറ്റി ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി, ഇതിന് മുമ്പുണ്ടായിരുന്ന വെലോസിറ്റി എത്ര ആയിക്കോട്ടെ, ആ വെലോസിറ്റിയുടെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ ഇത് വെച്ചിട്ട്, ആ വെലോസിറ്റിയുടെ root 2 ടൈംസ് കിട്ടി.
രണ്ടാമത്തെ ട്യൂബിൽ നിന്നും പുറത്തു വരുന്നു. രണ്ടാമത്തെ ട്യൂബിൽ നിന്ന് പുറത്തു വരുന്ന അതേ ടൈം കൊണ്ട് വീണ്ടും റിവേഴ്സിങ് നടക്കുകയാണ്. അഡീഷണൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നു. പൊളാരിറ്റി മാറി, അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് മാറി, നെഗറ്റീവ് മാറി, പോസിറ്റീവായിട്ട് മാറി. അങ്ങനെ കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഈ ഫോർമുല ഇങ്ങോട്ട് കൂട്ടി കൊടുക്കാം. 3QV ഓർ V3 ഈക്വൽ ടു √3 ഇൻറ്റു V1. അപ്പോൾ ഇതങ്ങോട്ട് കുത്തിട്ട് കൊടുത്തൂടെ? കുത്ത്. എന്താ മീനിങ്? ദ വെലോസിറ്റീസ് ആർ ഇൻ ദ റേഷ്യോ 1:√2 √3 √4 etc. വെലോസിറ്റി ഗ്രാജ്വലി കൂടി വരുന്നു. ഫൈനലി നമ്മുടെ കഴിവും സാമ്പത്തികമൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ലെവൽ അങ്ങോട്ട് കൂട്ടിക്കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള എനർജിയിലേക്ക് വെലോസിറ്റി കൂടുന്തോറും അതിൻ്റെ കൈനറ്റിക് എനർജി കൂടി വരുന്നു. അങ്ങനെ ഹൈ കൈനറ്റിക് എനർജി ഓർ ഇനഫ് കൈനറ്റിക് എനർജി വരുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമുക്കിവിടെ കിട്ടുകയാണ്. ആ ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമുക്ക് എവിടേക്കാണ് ആവശ്യം, ഏത് ട്രാൻസ്മ്യൂട്ടേഷനാണ് നടത്തേണ്ടത്, എവിടെയാണ് ബോംബാർഡിങ് നടത്തുന്നത്, ആ ടാർഗറ്റിലേക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ജോലി ചെയ്ത് കിട്ടിക്കോളും. അപ്പോൾ യു ഗെറ്റ് ഓർ വി ഗെറ്റ് പാർട്ടിക്കിൾസ് ഓഫ് ഇനഫ് ഓർ ഡിസൈഡ് കൈനറ്റിക് എനർജി, ഡിസൈഡ് എനർജി, ഓർ ഇൻ ഷോർട്ട് we accelerate the charged particles. That is the name particle accelerator. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൻ്റെ സിമ്പിൾ ഡയഗ്രമാണ് വെച്ചിരിക്കുന്നത്. ഡ്രിഫ്റ്റ് ട്യൂബ്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നു. യെസ്, ഇതിൽ ഓരോന്നും റിവേഴ്സ് ചെയ്യുമ്പോൾ, ഇങ്ങോട്ട് കടക്കുമ്പോൾ റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ വെലോസിറ്റികൾ തമ്മിൽ ഇതുപോലെ റേഷ്യോ ആണെങ്കിൽ 1:√2 √3 √4 ആണ് വെലോസിറ്റി എങ്കിൽ ട്രാവൽ ചെയ്യുന്നത് സമയം അതേ ലെങ്ത്തിൽ തന്നെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രാവൽ ചെയ്ത് പുറത്ത് കിടക്കില്ലേ. അപ്പോൾ നമുക്ക് ടു കീപ് ദ ടൈം ആസ് എ കോൺസ്റ്റൻറ്റ് യു ചേഞ്ച് ദ ലെങ്ത്സ് ഓഫ് ദ ട്യൂബ്സ്. കാരണം ടൈം കോൺസ്റ്റൻ്റ് ആയിരിക്കണം എങ്കിലേ കറക്റ്റ് റിവേഴ്സിങ്. കാരണം ഇവിടെ ഒരു സൂത്രപ്പണിയും പറ്റില്ലേ നമുക്ക്. അപ്പോൾ ഒന്നാമത്തേൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഉള്ള അതിനെടുത്ത സമയം തന്നെ ആയിരിക്കണം രണ്ടാമത്തെ ട്യൂബിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ എടുക്കേണ്ടത്. രണ്ടാമത്തെ ട്യൂബിലൂടെ സഞ്ചരിക്കുന്ന വെലോസിറ്റി കൂടുതലായതുകൊണ്ട് രണ്ടാമത്തെ ട്യൂബിൻ്റെ നീളം കൂടിയില്ലെങ്കിൽ പെട്ടെന്ന് പുറത്ത് കിടക്കുമല്ലോ. അതുകൊണ്ട് the velocities are in this ratio, the lengths of the drift tubes should be in the ratio 1:√2 √3 etc. കുത്ത്. അപ്പോൾ the lengths of the drift tubes should be in the ratio of the velocities. അതാണ് ഞാൻ പടം വരച്ചപ്പോൾ നീട്ടി വരച്ചത്. ഇതിൻ്റെ √2 ടൈംസ്, ഇതിൻ്റെ √3 ടൈംസ്, ഇതിൻ്റെ √4 ടൈംസ് ഡബിൾ, ഇങ്ങനെ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത ട്യൂബുകളില്ലെങ്കിൽ പുറത്ത് കിടക്കുന്ന ടൈം വ്യത്യസ്തമായിരിക്കും. സി ദ ലോജിക്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എ ലീനിയർ ആക്സിലറേറ്റർ the lengths of the drift tubes should be in the ratio 1:√2 √3 etc. ഓക്കെ, ആ റേഷ്യോയിൽ നമുക്ക് ഒരു ലീനിയർ ആക്സിലറേറ്റർ നമുക്ക് സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റിയാൽ നമുക്ക് ആവശ്യമുള്ള എനർജിയിൽ, ആവശ്യമുള്ള വെലോസിറ്റിയിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിഫക്റ്റ്, നമുക്കത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വലിയ പ്രത്യേകത പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ലെങ്ത്തിലുള്ള ഇൻക്രീസ് തന്നെയാണ് മെയിൻ പ്രോബ്ലം. ട്യൂബുകൾ വെലോസിറ്റി ഡബിൾ ആക്കണമെങ്കിൽ √4 ടൈംസ് വരുമ്പോൾ ഈ ട്യൂബുകൾ 2 ടൈംസ് വേണം ഡബിൾ ആക്കണം. ഇതിൻ്റെ ഡബിൾ വരണം, അതിൻ്റെ ഇടയ്ക്കും വേണം. അപ്പോൾ നോക്കൂ, ഡ്രിഫ്റ്റ് ട്യൂബ്സ് 4 വെച്ച് കിട്ടണമെങ്കിൽ തന്നെ ഇങ്ങനെ വേണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇൻകൺവീനിയൻ്റ്ലി ലാർജ്. കാരണം എത്ര വെലോസിറ്റി ഡബിളാക്കാൻ വേണ്ടിയാണ് ഇത്രയും പണിപ്പെട്ടത്. വെലോസിറ്റി ഡബിളാക്കാനൊന്നുമില്ല, അതിൽ ഒരുപാട് കൂട്ടിയാലേ ഹൈ എനർജി പാർട്ടിക്കിൾസിനെ നമുക്ക് ജനറേറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 4 വെച്ചിട്ട് കാര്യമില്ല, ഒരുപാട് വേണം. ഒരുപാട് ഡ്രിഫ്റ്റ് ട്യൂബ്സ് വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെ ഈ റേഷ്യോ കീപ്പ് ചെയ്ത് പല ലെങ്ത്തിലുള്ള ഡ്രിഫ്റ്റ് ട്യൂബുകൾ വയ്ക്കാൻ വേണം. അത് മൊത്തത്തിലുള്ളൊരു ട്യൂബിലേക്ക് ആക്കണം.
ആ ട്യൂബിനെ മൊത്തം ഇവാക്വേറ്റ് ചെയ്ത് വാക്വം ടൈപ്പിലാക്കിയില്ലെങ്കിൽ ഈ സാധനം കറക്റ്റ് ഡയറക്ഷനിൽ ആ ഒരു ഡയറക്ഷനാലിറ്റി നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ദർ ഈസ് എ ലിമിറ്റേഷൻ. ഈവൻ ദോ വി യൂസ്ഡ് ഇറ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്സ് ക്യാമ്പസിൽ അതിൻ്റെ ലബോറട്ടറിയിൽ നല്ല ലെങ്ത് ഉള്ളവരുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ അതൊക്കെ നമുക്കത് ഔട്ട്ഡേറ്റഡ്. കാരണം ഇതൊന്നും പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ അയോൺസ് ജനറേറ്റ് ചെയ്യണം, അയോൺസ് ഡ്രിഫ്റ്റ് ട്യൂബിലൂടെ പാസ് ചെയ്യിക്കണം, ആവശ്യമുള്ള സ്ഥലത്തേക്ക് വരണം. ഇൻ അഡീഷൻ ടു ദിസ് RF ജനറേറ്റർ സെറ്റപ്പ് ഉണ്ടാക്കണം. ആ വിധത്തിലുള്ളൊരു ലീനിയർ ആക്സിലറേറ്റർ. അപ്പോൾ അതിൻ്റെ ഒരുപാട് മേന്മകളുണ്ട്. വളരെ കൺവീനിയൻ്റാണ്, സിമ്പിൾ തിയറിയാണ്. ഇതൊക്കെയാണെങ്കിലും പ്രാക്ടിക്കലി ഇത്രയും ലെങ്ത്തിൽ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് തൃശ്ശൂർ പൂരപ്പറമ്പ് വരെയുള്ളൊരു ലീനിയർ ആക്സിലറേറ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. വെറുതെ ട്യൂബ് വെച്ചാൽ പോലെ ആ ട്യൂബ് മുഴുവൻ വാക്വമാക്കി മാറ്റണം. ഈ വാക്വേറ്റഡ് ടൈപ്പിൽ ട്യൂബുകൾ വയ്ക്കണം. അപ്പോൾ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ട് നമ്മൾ ഈ ലീനിയർ ആക്സിലറേറ്റർ അല്ല ഉപയോഗിക്കുന്നത്. പകരം ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സൈക്ലിക് ആക്സിലറേറ്റർ. Cyclic accelerator, from the very name you can assume it, സൈക്ലിക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അതിലേറ്റവും ഇതായിട്ട് വരുന്നതാണ് സൈക്ലോട്രോൺ. സൈക്ലിക്കായിട്ട് വരുന്നു. അപ്പോൾ അതിൽ ഇലക്ട്രിക് ഫീൽഡ് കൂടാതെ വേറൊരു സൂത്രപ്പണിയും കൂടി ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയുള്ളൂ. ഒരു ഹോളോ മറ്റേ പിൽ ബോക്സ് ടൈപ്പിൽ ഡിയുടെ ഷേപ്പിലുള്ള, ക്യാപിറ്റൽ ഡിയുടെ ഷേപ്പിലുള്ള 2 ട്യൂബുകൾ, പിൽ ബോക്സ്, മറ്റേ ഗുളിയൊക്കെ വയ്ക്കുന്ന പോലത്തെ ഈ വിധത്തിലുള്ളൊരു ബോക്സുകളാണ്. ഈ ബോക്സ് ഹൈ എനർജി ഹൈ ഫ്രീക്വൻസി RF ഓസിലേറ്ററായിട്ട് നേരത്തെ പോലെ തന്നെ കണക്ട് ചെയ്യുന്നു. RF ജനറേറ്റർ ഓർ ഓസിലേറ്റർ. ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഇതിങ്ങനെ കെടുത്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ സെൻട്രൽ പോർഷനിൽ അയോൺസ് നെഗറ്റീവോ പോസിറ്റീവോ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ജനറേറ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനം. ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഒരു സ്ട്രോങ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് പെർപെൻഡിക്കുലർ ടു ദിസ് അറേഞ്ച്മെൻറ്റ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ അറേഞ്ച് ചെയ്ത് ഇവിടെ അയോൺസ് അങ്ങോട്ട് ഈ ജംസിൻ്റെ പരസ്യം പോലെ എങ്ങനെയാണ് പൊന്തിക്കൊണ്ടിരുന്നാൽ എന്തുണ്ടാവും? സപ്പോസ് നെഗറ്റീവ് അയോൺസ് ആണ് ഇവിടെ വരണമെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺസ് നെഗറ്റീവ് അയോൺസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ് ദാറ്റ് മൊമെൻറ്റ് സപ്പോസ് ദിസ് പ്ലേറ്റ് ഈസ് മെയ്ഡ് പോസിറ്റീവ്, ദിസ് ഡി വി കോൾ ഇറ്റ് ആസ് DEE, ക്യാപിറ്റൽ ഡിയുടെ ഷേപ്പിലായതുകൊണ്ട് ഡീസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഡി പോസിറ്റീവ് ആയാൽ ഇവിടെ വരുന്ന ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അട്രാക്റ്റ് ചെയ്ത് അവിടെ എത്തുമ്പോൾ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലേക്ക് ഒരു ചാർജ് മൂവ് ചെയ്താൽ എന്തുണ്ടാവുക? ചാർജ് മൂവ് ചെയ്തുന്ന സമയത്ത് ലോറൻസ് ഫോഴ്സ് മുഖേന അതൊരു സർക്കുലർ പാത്ത് ഫോം ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ടൈപ്പിൽ നമുക്ക് ഡയറക്ഷൻ റൂളുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിലൊരു സർക്കുലർ പാത്ത് ഫോം ചെയ്യുകയാണ്. ഇവിടെ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് സർക്കുലർ പാത്ത് വരുന്നത് ഇങ്ങോട്ട്. അപ്പോൾ ആദ്യം റൈറ്റിലേക്കാണ് പോയെന്ന് വിചാരിക്കും. ഒരു സെമി സർക്കുലർ പാത്ത് ഫോം ചെയ്യുന്നു. സെമി സർക്കുലർ പാത്ത് ഫോം ചെയ്ത് ഇവിടെ പുറത്തേക്ക് എത്തിയാലോ? പുറത്തേക്ക് എത്തുന്ന അതേ ടൈമിൽ അതേ മൊമെൻറ്റിൽ ഇതിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് വരികയാണ്. സപ്പോസ് ദിസ് ബിക്കംസ് പോസിറ്റീവ്, അതിങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് സർക്കുലർ പാത്ത് ഫോം ചെയ്യും. ആ സർക്കുലർ പാത്ത് ഫോം ചെയ്ത് ഞാനൊന്ന് കംപ്ലീറ്റ് വരയ്ക്കാം. ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് ഞാൻ ഡോട്ടർ ലൈൻ വരയ്ക്കാൻ വേണ്ടി ഡോട്ടർ ലൈൻ മാറ്റിയതാണ്. ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കൂ. ഒന്ന് നോക്കി, ഇത് ഓരോ പ്രാവശ്യവും
ഓരോ പ്രാവശ്യവും അതിൻ്റെ ഓരോ ഡിയിലേക്ക് വരുമ്പോൾ അതിന് കിട്ടുന്ന എനർജി കൂടി വരുന്നത് കൊണ്ട് സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് കൂടുന്നു. സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് കൂടുന്തോറും അതിൻ്റെ വെലോസിറ്റിയും കൂടി 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 തുടങ്ങുമ്പോൾ വളരെ ചെറുതായിട്ട് വരും. അതിങ്ങനെ കറങ്ങി 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 ഇതാകണം. കുറേ പ്രാവശ്യം കറങ്ങി കഴിയുമ്പോൾ ടാൻജൻഷ്യലായിട്ടാണ് പോകാവുന്ന വിധത്തിൽ പോവലുണ്ടാവില്ല, ഇതിൻ്റെ ഉള്ളിൽ കുടഞ്ഞു. പക്ഷെ അവനെ അട്രാക്റ്റ് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു ഇത് ഈ ഡീലോ അല്ലെങ്കിൽ അപ്പുറത്തോ ഡീൽ കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ടാപ്പ്, യു ക്യാൻ എക്സ്ട്രാക്ട് ദ ഹൈ എനർജി പാർട്ടിക്കിൾസ്, ഹൈ എനർജി ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ഡിയിലേക്ക് പോകുന്നു. ജസ്റ്റ് അതിൽ നിന്ന് പുറത്ത് കിടക്കുന്ന സമയം കൊണ്ട് നെക്സ്റ്റ് ഡി ഈസ് മെയ്ഡ്, ഈസ് റിവേഴ്സ്, ദ പൊളാരിറ്റി ഓഫ് ദ ഡി is reversed, therefore it is again attracted to the other D and making semicircular path in each D. സെമി സർക്കുലർ പാത്ത് കഴിയുമ്പോഴേക്കും പുറത്ത് കിടക്കുമ്പോൾ ഇപ്പുറത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും സെമി സർക്കുലർ പാത്തായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഒരു സൈക്ലോട്രോൺ. അപ്പോൾ നമുക്ക് ലെങ്ത് വൈസ് ആയിട്ടില്ല അറ്റം വരെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി, ഒരു പിൽ ബോക്സിൻ്റെ ടൈപ്പിൽ അറേഞ്ച് ചെയ്ത് ആ മേശപ്പുറത്ത് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ അതിങ്ങനെ കറങ്ങി 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 പുറത്തേക്ക് വന്നു. അപ്പോൾ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ട് സ്വിച്ച് ഓൺ ചെയ്യുക, അയോൺസിനെ ജനറേറ്റ് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ട്, ഓൾറെഡി ഇലക്ട്രോൺസ് കിട്ടി. എപ്പോൾ ആവശ്യം ഇല്ലാണ്ട് വരുന്നോ ഈ ടാർഗറ്റ് ഇവിടെ വരുന്ന സോഴ്സ് ഓഫ് ചെയ്താൽ കാര്യം കഴിഞ്ഞു. സി, ദിസ് ഈസ് ദ practical arrangement for getting the charged particle, accelerated charged particles. Clear? ഈ പാർട്ടിൻ്റെ തിയറി നമുക്ക് നോക്കാം. എന്താണ് സൈക്ലോട്രോണിൻ്റെ തിയറി വരുന്നത്? സൈക്ലോട്രോണിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ചാർജ് ഞാൻ ക്യൂന്നോ ഈന്നോ കൊടുക്കാമെന്ന് വിചാരിക്കും. സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r = qvb. ഫോഴ്സ് ഈക്വൽ ടു ഒരു മൂവ്മെൻറ്റ്, ഒരു വെലോസിറ്റി ഉള്ള ഏതെങ്കിലും ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ പോകുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ ആണ്, അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ ആണ് Q × V×B. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ V × B or V×B, VB sin θ, θ will be 90 sin 90, or this will be QVB sin θ becomes QVB, or in short this. ഇതിൽ നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം, റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. R = mv/qb or V = എന്ന് പറഞ്ഞു എഴുതിയാലോ, ഇതിൽ നിന്നൊരു V വെട്ടിപ്പോയി, qbr/m. ശരിയല്ലേ? എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഫോർമുല ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. റേഡിയസാണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ റേഡിയസിൽ നിന്ന് ഇതിന് എടുക്കുന്ന ടൈം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു പാത്ത്, ഒരു സെമി സർക്കുലർ പാത്ത് നമുക്ക് അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സമയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് T = എന്താ വരുന്നത്, ഇതായിട്ട് എടുത്താൽ മതി, πr. ടൈം ടേക്കൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ബൈ ദിസ് πr ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി T = ദിസ്. അപ്പോൾ πr/v എന്ന് എടുത്തു കഴിഞ്ഞാൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, PR/v m/π × mv/qb അല്ലേ? ആറിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു /v. അപ്പോൾ πm/qb. ഇനി നമുക്ക് ബേസിക് ഫോർമുല ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിൽ നിന്ന് ആവശ്യമുള്ള ടേംസ് ഉണ്ടാക്കാം. ദിസ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ എക്സിക്യൂട്ടിംഗ് സെമി സർക്കുലർ പാത്ത്. ആ സെമി സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം കൊണ്ട് പൊളാരിറ്റി റിവേഴ്സ് ചെയ്തിരിക്കണം. പൊളാരിറ്റി റിവേഴ്സ് ചെയ്താൽ മാത്രമേ ഇപ്പുറത്തേക്ക് കിടക്കുള്ളൂ, അതല്ലെങ്കിൽ അവിടെ കിടന്ന് ചുണ്ടുകൂടിയിരിക്കും. ഇപ്പുറത്തേക്ക് വരണം. ആ വരാവുന്ന വിധത്തിൽ നമ്മൾ ഇതിൻ്റെ പൊളാരിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് നോക്കിയാൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 times ആണ്, ഒരു പ്രാവശ്യം കറങ്ങുന്നതിന് വേണ്ടിയുള്ളൂ. അപ്പോൾ 2πm ഇത് വരുന്നു. ഓർ ഫ്രീക്വൻസി ഈസ് qb/2πm. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി വരിക. കുറേ പ്രാവശ്യം കറങ്ങിയെത്തുമ്പോൾ ലാസ്റ്റുള്ള വെലോസിറ്റി V0 എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്താൽ
എം ഇൻറ്റു വി സീറോ സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി സീറോ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതുന്നത് മാക്സിമം വാല്യൂ. ആ മാക്സിമം വാല്യൂ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വി സീറോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വി സീറോ സ്ക്വയർ റെപ്രസെൻറ്റ് ചെയ്യാം. വി സീറോ ഈക്വൽ ടു എന്ത് കിട്ടി? ക്യൂ ബി ആർ ബൈ എം. ദിസ് ഈസ് ദ മാക്സിമം ആർ സീറോ മാക്സിമം റേഡിയസ് എന്നാണെങ്കിൽ ക്യൂ ബി ആർ സീറോ ബൈ എം എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. കൈനറ്റിക് എനർജിയോ മാക്സിമം കൈനറ്റിക് എനർജി, മാക്സിമം വെലോസിറ്റിയെ എം ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഹാഫ് എം വി സീറോ സ്ക്വയർ ഓർ ഹാഫ് എം ഇൻറ്റു ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സീറോ സ്ക്വയർ ബൈ എം സ്ക്വയർ. ഓർ ഒരു എം വെട്ടിപ്പോയാൽ ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സീറോ സ്ക്വയർ ബൈ 2m. Anyway, this is the kinetic energy, this is the frequency, this is the time taken for executing half of the circular path or semi-circular path. ഇത്രയും ഡീറ്റെയിൽസ് നമുക്കിതിൽ നിന്ന് ചുമ്മാ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഏത് ഇക്വേഷൻ? ഒരു സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ്, ദാറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് mv² ബൈ ആർ വിച്ച് ഈസ് ഈക്വൽ ടു QVB. ഈ ആശയം ഉപയോഗിച്ച് നമുക്കൊരു തിയറി ഡെവലപ്പ് ചെയ്യാം. എന്തിൻ്റെ തിയറി? സൈക്ലോട്രോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ സൈക്ലോട്രോണിൻ്റെ തിയറിയാണ് ഞാനിവിടെ ഡെവലപ്പ് ചെയ്തത്. ഒരു പത്തിലൂടെ പടം വരയ്ക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്കിങ്ങനെ കൊണ്ടുവരാം. ഒരു ടാർജറ്റ് കൊടുത്ത് ഇവിടെ ഒരു ഓപ്പണിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പണിങ്ങിലൂടെ ഇവന് എമിറ്റ് ചെയ്യിക്കാവുന്ന അല്ലെങ്കിൽ ടാപ്പ് ചെയ്യാവുന്ന അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ ലീനിയർ ആക്സലറേറ്ററിനേക്കാളും അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്ന, അറ്റ് ദ സെയിം ടൈം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡുണ്ട്, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഈ വിധത്തിലാണ് ചെയ്യുന്നത്. ഇവിടെയും ലീനിയർ ആക്സലറേറ്ററിൻ്റെ അതേ കൺസെപ്റ്റ് ഉണ്ട്. ജസ്റ്റ് പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നതിൻ്റെ ടൈമിങ് ശരിയാവണം. പുറത്ത് കിടക്കുന്ന ഒരു സെമി സർക്കുലർ പാത്തിലൂടെ വന്ന് ഇവിടേക്ക് തിരിച്ചെത്തണ സമയം കൊണ്ട് ഇപ്പുറത്ത് ഡിയുടെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തിരിക്കണം. യു ഹാവ് ടു ഫിക്സ് ദ പൊളാരിറ്റി സച്ച് ദാറ്റ് ദ ഇക്വേഷൻസ് ആർ ദ തിയറി ഈസ് സാറ്റിസ്ഫൈങ്. ക്ലിയർ? അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ഫ്രീക്വൻസിയാണ് നമുക്ക് കിട്ടണേന്ന് വയ്ക്കും. 2QB by 2πm. തിങ്ക് അബൌട്ട് ദിസ്. കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ്, ചാർജ് കോൺസ്റ്റൻറ്റ് 2πm. വാട്ട് അബൌട്ട് m? The velocity of electrons or velocity of the charged particles. Mass of the charged particles. ഈ മാസ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്ന ഈ സാധനത്തിൽ മാസ് നമ്മൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റാ. മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ RF ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസി കൃത്യമായിട്ടൊരു കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി കൊടുത്താൽ ഒരു തടസ്സം കൂടാതെ കൃത്യമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ഡിയിൽ നിന്ന് പുറത്ത് കിടക്കുന്നു, ഇവിടെ എത്തി, അപ്പോൾ ഇത് അട്രാക്റ്റ് ചെയ്യുന്നു, അതിലൊരു സെമി സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അപ്പുറത്തേക്ക് എത്തി, അപ്പോഴേക്കും പൊളാരിറ്റി മാറി ഇപ്പുറത്തേക്ക് അട്രാക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞൊരു സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നു, ഇപ്പുറത്തേക്ക് എത്തി, കൃത്യം, നോ പ്രോബ്ലം. ബട്ട് ഈ മാസ് കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ കുറേ കാലമൊക്കെ പറയുന്നുണ്ടെങ്കിലും കോൺസ്റ്റൻ്റ് അല്ല എന്ന് നമ്മുടെ മഹാൻ പറഞ്ഞിട്ടുണ്ട്. റിലേറ്റിവിറ്റി തിയറി പ്രകാരം മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, മാസ് ഓഫ് ദ ബോഡി ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. You have to consider the relativistic mass. Mass is changing with the velocity, especially ഈ വക പാർട്ടിക്കിൾസ് ആണെങ്കിൽ. ഏത് പാർട്ടിക്കിൾസ്? നമുക്ക് കൊടുക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ കേസാണെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് മാസ് മാറുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. m = m0 divided by √1 - v²/c². What is the meaning? ഈ m എന്ന് പറയുന്ന മാസ്, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. വെലോസിറ്റി കൂടുന്തോറും മാസ് മാറുന്നു. പണ്ടൊന്നും അതിനെപ്പറ്റി നമുക്കൊരു ചിന്ത ഉണ്ടായിരുന്നില്ലേ. മാസ് മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ മാറുന്നു? വെലോസിറ്റി കൂടുന്തോറും, വിയുടെ വാല്യൂ കൂടുന്തോറും ഡിനോമിനേറ്റർ കുറഞ്ഞു വരുന്നു, മാസ് കൂടി വരുന്നു.
When the particle is moving with a high velocity, its mass is increasing. Mass increase ചെയ്യുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. Think about the frequency. ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ QB by 2 pi into m0 divided by root of 1 minus v square by c square, or QB into root of 1 minus v square by c square divided by 2 pi m0, where m0 is the rest mass. Think the frequency is depending on the velocity. അത് ഹൈ വെലോസിറ്റി വരുമ്പോൾ അത് പ്രശ്നം. ഇതിൻ്റെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കേണ്ടതായിരുന്നു, എങ്കിലല്ലേ പോളാരിറ്റി മാറുമ്പോൾ കൃത്യമായിട്ട് വരുള്ളൂ. ബട്ട് for the mass, since the mass is changing, mass is depending on the velocity, the frequency is not a constant. എന്തുണ്ടാവും? ഫ്രീക്വൻസി കുറയുന്നു. ഫ്രീക്വൻസി കുറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു സെമി സർക്കുലർ പാത്തിൽ നിന്ന് പുറത്തു വരാനെടുക്കുന്ന സമയം കൂടി എന്നല്ലേ അർത്ഥം. ഫ്രീക്വൻസി കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെക്കൻഡ് കൊണ്ട് പറഞ്ഞാൽ 2 സെക്കൻഡ് ആകുമ്പോൾ വ്യത്യാസം വന്നത്. അപ്പോൾ എന്തുണ്ടായി? ഇവിടെ ഈ ടൈം കൂടിയിട്ട എന്തായിട്ട് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഇതിന് കൂടുതൽ സമയം എടുക്കുകയാണ്, സമയം കൂടുതലെടുക്കുന്നു. ഫ്രീക്വൻസി കുറഞ്ഞു കേട്ടോ, കുറയണില്ല ചെയ്ത്. ഈ വാല്യൂ വി കൂടും തോറും 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ m0 കൂടുന്നു, m കൂടുന്നു, ഫ്രീക്വൻസി കുറയുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്. ദ ഫ്രീക്വൻസി ഈസ് മാസ് കൂടിയ ഫ്രീക്വൻസി ഈസ് ഡിക്രീസിങ്. ഫ്രീക്വൻസി ഈസ് ഡിക്രീസിങ് മീൻസ് ദ ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റ് റൊട്ടേഷൻ ഓർ ടൈം ടേക്കൺ ഫോർ എ സെമി സർക്കുലർ പാത്ത് ഈസ് ഇൻക്രീസിങ്. ഇവിടെ പൊളാരിറ്റി മാറുന്ന സമയം കൊണ്ട് ഇവിടെ ഓടിക്കത്ത് എത്തിയില്ല. പോസിറ്റീവ് മാറി നെഗറ്റീവ് ആവണ സമയം കൊണ്ട് ഈ സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തണ്ടേ, എങ്കിലല്ലേ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദ പാർട്ടിക്കിൾസ് ആർ ലാഗിങ്. പറ്റില്ല അത്. പൊളാരിറ്റി മാറിയപ്പോൾ സാധനം ഇവിടെ എത്തിയില്ല. ബാറ്റ് വീശി, പക്ഷെ പന്ത് ഇവിടെ എത്തണുള്ളൂ. ക്രിക്കറ്റ് ഇരുന്ന് ബോൾ ചെയ്ത് ബോൾ എത്തുന്നതിന് മുമ്പ് ബാറ്റ് വീശി. എന്താ കാര്യം? പന്ത് കൊള്ളില്ല. പന്ത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു സെക്കൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമുള്ളൂ. പക്ഷെ ഇയാൾ ബാറ്റ് വീശൽ കഴിഞ്ഞു. ബാറ്റ്സ്മാൻ ബാറ്റ് വീശി, പക്ഷെ പന്ത് വന്ന് പിന്നാലെ കുറ്റി തെറിച്ചു, സ്റ്റമ്പ് തെറിച്ചു. പോയില്ലേ? ഇത് പോയി, കിട്ടില്ല, വർക്കിംഗ് നടക്കില്ല. അതിപ്പോൾ കൃത്യം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് തന്നെ ശരിയാവണില്ല. എന്നിട്ടാണ് പിന്നെ ഇത് വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ മേജർ ഡിഫക്റ്റ് ഓഫ് ദ സൈക്ലോട്രോൺ. എന്താ ഡിഫക്റ്റ്? ഈ സാധനം ഫ്രീക്വൻസി ഇത് വരുന്നതുകൊണ്ട്, ഫ്രീക്വൻസി കുറയുന്നതുകൊണ്ട് അതിനെടുത്ത സമയം കൂടുന്നു. അപ്പോൾ ഒരു റിലേറ്റിവിസ്റ്റിക് കൺസെപ്റ്റ് എടുത്താൽ, കാരണം അതെടുക്കണം, മാസ് വളരെ കുറഞ്ഞ അല്ലെങ്കിൽ ഹൈ എനർജി പാർട്ടിക്കിൾസാണ്. അല്ലാണ്ട് വെറുതെ ഒരു വസ്തു നടന്നു പോവല്ല. ലോ വെലോസിറ്റി അല്ല, ലൈറ്റിൻ്റെ വെലോസിറ്റിയുടെ റേഞ്ചിൽ, അല്ലെങ്കിൽ അതിൻ്റെ 10 വെലോസിറ്റിയിൽ, അല്ലെങ്കിൽ 90% വെലോസിറ്റിയിൽ ബീറ്റ പാർട്ടിക്കിൾസ് ഒക്കെ ആണെങ്കിൽ 0.9 C ഉണ്ട്. വെരി നിയർ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ദർ ഈസ് എ റോൾ ഫോർ ദിസ്. ദ മാസ് ഈസ് ചേഞ്ചിങ്. യു ഹാവ് ടു കൺസിഡർ ദ റിലേറ്റിവിസ്റ്റിക് മാസ്. ഓക്കേ, തിങ്ക് എങ്ങനെ നമുക്കത് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. ഇതിനെങ്ങനെ നമുക്ക് കറക്റ്റ് വി സ്റ്റിൽ യൂസ് ദ സൈക്ലോട്രോൺ without any damage, without any technical problem. How? ഫ്രീക്വൻസിയെ നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 2 മെത്തേഡ്. രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത് എന്ത് മരുന്നാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. 2 വിധത്തിൽ. ഒന്നുകിൽ അലോപ്പതി കൊടുക്കാം, അല്ലെങ്കിൽ ആയുർവേദം കൊടുക്കാം. ഏതെങ്കിലും മരുന്ന് കൊടുത്ത് നമുക്ക് സൂക്കേട് മാറണം. എങ്ങനെ സൂക്കേട് മാറ്റുക? നോക്കൂ, ഈ ബി ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്ന ഈ ടേമിനെ ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. അത് കോൺസ്റ്റൻ്റ് ആയ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് എന്നല്ല മീനിങ്. ബി ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് കീപ്പിംഗ് ആസ് എ കോൺസ്റ്റൻറ്റ്. അതിന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഈ ടേം വി കൂടുന്നതോറും ഇത് കുറഞ്ഞു വരുമല്ലോ. വി സ്ക്വയർ ബൈ സി സ്ക്വയർ കൂടുന്നു, അതായത് വി കൂടുമ്പോൾ 1 മൈനസ് എന്ന് പറയുന്ന ടേം കുറഞ്ഞു വരുന്നു. 0.5 മാറി 0.6 ആയാലും ഇവിടെ 0.4 ആവും. ഈ വാല്യൂ കുറയുന്നു. അതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി കൊടുത്താൽ പോരെ.
അപ്പോൾ ബൈ അഡ്ജസ്റ്റിംഗ് ദ വാല്യൂ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, നേരത്തെ ഞാൻ പറഞ്ഞത് കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് കൊടുത്തുന്ന, ഞാനിപ്പോൾ തിരുത്തി പറയാണ്. ഇൻസ്റ്റെഡ് ഓഫ് അപ്ലൈയിങ് എ കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വി അപ്ലൈ എ വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. varying magnetic fields such that the frequency is keeping as a constant. അലോപ്പതി കൊടുത്തു മരുന്ന്, സാധനം ശരി, ഫ്രീക്വൻസി കോൺസ്റ്റൻ്റായി. ഇതിൻ്റെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയാൽ നമ്മൾ കൊടുക്കുന്ന RF ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസി ഓൾറെഡി ഫിക്സഡാണ്. കറക്റ്റ് ഫ്രീക്വൻസിയിൽ കൃത്യം അങ്ങോട്ട് പോയി സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്തു, പുറത്ത് കിടന്നു. അപ്പോഴേക്കും അവിടെ റിവേഴ്സ് ചെയ്തു, ആ സെമി സർക്കുലർ പാത്ത് കവർ ചെയ്തു, ഇപ്പുറത്തേക്ക് പൊളാരിറ്റി മാറി ഇതിലേക്ക് ഇറങ്ങി, ഇവിടെ എത്തിയപ്പോൾ പൊളാരിറ്റി മാറി. നോ പ്രോബ്ലം, എല്ലാവരും ഹാപ്പിയായി. കൃത്യമായിട്ട് അതിലൂടെ എനർജി ഇൻക്രീസ് ചെയ്ത് കറങ്ങി നല്ല വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, പുറത്ത് കിടക്കുന്നു. One method keeping this term is constant. സിങ്ക്രോട്രോൺ, സൈക്ലോട്രോൺ ഞാൻ മാറ്റി, പേരൊന്ന് മാറ്റി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് കോൺസ്റ്റൻറ്റ് വെക്കുന്നതിന് പകരം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് രോഗം മാറ്റണം. ഒരാഴ്ച കൊണ്ട് മാറി കിട്ടി, പണിയെടുത്തു. സിങ്ക്രോട്രോൺ എന്ന് പേരും മാറ്റി. അപ്പോൾ നമുക്ക് സൈക്ലോട്രോൺ വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത് മാറ്റാം. നമ്പർ 1 മെത്തേഡ്. വേറൊരു മെത്തേഡ് നമുക്ക് ചിന്തിക്കാം. ഈ ഫ്രീക്വൻസി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ദ ഫ്രീക്വൻസി ഈസ് ചേഞ്ചിങ്, ഫ്രീക്വൻസി ഈസ് ഡിക്രീസിങ്. ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ആശയം നമുക്ക് ശരിയാണ്. അതുകൊണ്ടാണല്ലോ ടൈമിങ് ശരിയാവാണ്ട് പോണേ. അതുകൊണ്ടാണല്ലോ ഇതിൽ കടങ്ങി എത്തണമേലേക്ക് പിന്നെ ബാറ്റ് വീശൽ കഴിഞ്ഞത്, പൊളാരിറ്റി മാറൽ കഴിഞ്ഞത്. നമുക്കെങ്ങനെ പൊളാരിറ്റി മാറണതിന് ഇതാക്കാം? തിങ്ക്, ഈ ഫ്രീക്വൻസി മാറിക്കോട്ടെ. ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് RF ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസി മാറ്റി കൊടുത്താൽ പോരെ? എങ്ങനെയാണ് മാറണതെന്ന് നമുക്കൊരു ബോധ്യമുണ്ട്, ഒരു അറിവുണ്ടെങ്കിൽ അതേ റേറ്റിൽ RF ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസിയിലും വ്യത്യാസം വരുത്തിയാൽ പോരെ? ദ ഫ്രീക്വൻസി ഈസ് ഡിക്രീസിങ്, ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ എൻ്റെ ഫ്രീക്വൻസി കുറച്ചു, വീണ്ടും ഇത് കുറഞ്ഞു, ഇത് കുറഞ്ഞപ്പോൾ ശരി, ഞാനും കുറച്ചു, നീ കുറച്ചപ്പോൾ ഞാനും കുറച്ചു. യെസ്, വി അഡ്ജസ്റ്റ്, വി വാരി ദ ഫ്രീക്വൻസി ഓഫ് ദി RF ജനറേറ്റർ. യെസ്, ആയുർവേദം കൊടുത്താലും മാറ്റാമല്ലോ നമുക്ക്, അസുഖം മാറല്ലേ വേണ്ടു. RF ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസി മാറ്റി, ഫ്രീക്വൻസി വാരിയിങ് ആക്കി മാറ്റി നമുക്ക് മാറ്റാം. സിങ്ക്രോസൈക്ലോട്രോൺ. അപ്പോൾ നമ്മളുടെ ഈ സൈക്ലോട്രോണിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആശയങ്ങളും പ്രിൻസിപ്പിളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ റെപ്രസെൻ്റ് ചെയ്തു. ആ പ്രിൻസിപ്പിളിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് ഈ വിധത്തിലേക്ക് നമുക്ക് മാറ്റാണ് സിങ്ക്രോസൈക്ലോട്രോൺ. ഓക്കെ, അപ്പോൾ 2 മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ റെക്ടിഫൈ ചെയ്ത് അതിനെ അടുത്ത ടൈപ്പിലേക്ക് നമ്മളൊന്ന് മാറ്റുകയാണ്. എങ്ങനെ മാറ്റുന്നു? ഒന്നുകിൽ ഈ മെത്തേഡ് മാഗ്നറ്റിക് ഫീൽഡിനെ വാരി ചെയ്ത് കൊടുക്കുന്നു, അതല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫ്രീക്വൻസി മാറ്റി കൊടുക്കുന്നു. ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും നമുക്ക് കാര്യം നടന്ന് കിട്ടുന്നു. സുഖമായിട്ട് നമുക്ക് സൈക്ലോട്രോൺ യൂസ് ചെയ്യുന്നു. വി സ്റ്റിൽ യൂസ് ദ സൈക്ലോട്രോൺസ് ടു എനർജൈസ്, ടു ആക്സിലറേറ്റ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ 2 ടൈപ്പ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഈ 2 പാർട്ടിൻ്റെയും പ്രത്യേകതകൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം. ഇനി ഈ പറഞ്ഞ കേസ് മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി അതിന് മാറ്റുമ്പോൾ വേറൊരു ടൈപ്പ് ആക്സിലറേറ്റർ, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. ഇതിൻ്റെ വകഭേദമായിട്ട് വരുന്ന സിങ്ക്രോട്രോൺ, അതിനൊന്ന് മോഡിഫൈ ചെയ്ത് ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേര് ബീറ്റാട്രോൺ എന്നാണ്. ആ ബീറ്റാട്രോണിനെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ബൈ.